സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാധിക അങ്ങനെ രാത്രിയിലെ റൂമിലിരുന്ന് ഫിദ മാമിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ഫിദ മാമിൻ്റെ വീട്ടിൽ പോയതും അവിടെ വെച്ച് ഫിദ മാമിൻ്റെ മടിയിൽ കിടന്ന കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുവാണ് രാധിക. എന്നിട്ട് ആലോചിക്കുക, ഫിദ മാം എന്തിനായിരിക്കും എന്നെ ഇത്ര സ്നേഹിക്കുന്നത്? എന്താ മാമിൻ്റെ അരികിരിക്കുമ്പോൾ മാത്രം എനിക്കൊരു പ്രത്യേകതരം ഫീലിംഗ് തോന്നുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷത്തോടെ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് കട്ടിലിരിക്കുകയാണ് രാധിക. ഇതേസമയം ശ്യാമയും രാധികയെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശ്യാമ പറയണേ, ഇനിയും എൻ്റെ മോളെ അധികം നാൾ ഞാൻ എന്നിൽ നിന്നും അകറ്റി നിർത്തില്ല. എൻ്റെ യഥാർത്ഥ മുഖം അവളെ ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പം മനസ്സിലാകും ഞാനാണ് അവളുടെ അമ്മയെന്ന്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അമ്മ കാത്തിരിക്കുന്നത് മോളെ. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി രാധികയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ശ്യാമയും. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ കിടന്നുറങ്ങുന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം ഒരു 4 മണി സമയമൊക്കെ ആകുമ്പോഴേക്കും പമ്മി കൽപ്പനയും ഉർവശിയും കൂടി രാധികേൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തുവാണ്. എന്നിട്ട് ഉർവശി പുറത്ത് തന്നെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുവാണ്. കൽപ്പന വിഗ്രഹവുമായിട്ട് പമ്മി റൂമിൻ്റെ അകത്തേക്ക് കയറുവാണ്. എന്നിട്ട് അവിടെയെല്ലാം രാധികയുടെ ബാഗ് തെരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്നായിരിക്കും കട്ടിൻ്റെ അടിയിലിരിക്കുന്ന ബാഗ് കൽപ്പനയുടെ ശ്രദ്ധയപ്പെടുന്നത്. അങ്ങനെ ബാഗ് കിട്ടിയെന്ന് ഉർവശിയെ കാണിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് പതിയെ ബാഗ് എടുത്ത് ബാഗിൻ്റെ സിപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ വിഗ്രഹം ബാഗിൻ്റെ അടിയിൽ കൊണ്ട് ഒളിപ്പിച്ച് വെക്കുവാണ്. പിന്നീട് ഡ്രസ്സെല്ലാം തിരിച്ചു വെച്ച് ബാഗ് അടിച്ച് ഭദ്രമായിട്ട് തന്നെ അടിയിലേക്ക് കയറ്റി വെക്കുവാണ്. ഈ സമയം പെട്ടെന്ന് വെളുപ്പിനുള്ളൊരു പാട്ട് കേട്ടിട്ട് രാധിക പെട്ടെന്ന് തന്നെ എണീക്കുവാണ്. അന്നേരം ഉർവശിയാണെങ്കിൽ വാതിലങ്ങോട്ട് പയ്യെ അടച്ചിട്ട് അവിടെ നിന്നും നീങ്ങി നിൽക്കുവാണ്. ഈ സമയം കൽപ്പന അവിടെ പെട്ട് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ അലമാരിയുടെ വാതിലിനോട് ചേർന്ന് രാധിക കാണല്ലേ എന്നും പറഞ്ഞ് ഭയന്ന് നിൽക്കുവാണ് കൽപ്പന. ഈ സമയം രാധികയാണെങ്കിൽ വേഗം തന്നെ എണീറ്റ് വാഷ്റൂമിലേക്ക് പോകുവാണ് കേട്ടോ. ഈ ഒരു തക്കത്തിന് കൽപ്പന വേഗം തന്നെ റൂമിന് പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് ഉർവശിയുടെ അരികിലെത്തുക. ഓ ഭാഗ്യം, ഞാനാണെങ്കിൽ പെട്ടുപോയിന്ന് വിചാരിച്ചതാ. തലനാഴിലേക്ക് രക്ഷപ്പെട്ടു. കറക്റ്റ് സമയത്ത് പാട്ട് വെച്ചിരിക്കുക. എന്താണെങ്കിലും അവൾ കണ്ടിട്ടില്ല. വാചറിയമ്മേ, ഇനി നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇന്നത്തോടെ ഇവളുടെ ഉറക്കം തീരും. കണിമംഗലത്ത് നിന്ന് ഇവളെന്നും നീക്കോയി പുറത്താകും. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്നും റൂമിലേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് റൂമിലേക്ക് എത്തുന്ന മുത്തശ്ശീനെയാണ് കേട്ടോ. ഈ സമയം കൽപ്പനയും ഉർവശിയും അവിടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് എത്തുക. എന്താ, എന്തു പറ്റി? രണ്ടാളും എന്താ ഇത്ര നേരത്തെ? അന്നേരം കൽപ്പന പറയണേ, ഓ ഒന്നുമില്ല മുത്തശ്ശി, ഞങ്ങൾക്ക് തീരെ ഉറക്കം വന്നില്ല ഇന്നലെ. അത് കാരണം നേരത്തെ എങ്ങനെയിട്ട് പോന്നു. ഇന്നലെ ആ വിഗ്രഹം കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് തന്നെയായിരുന്നു ഞങ്ങളുടെ മനസ്സിന് മുഴുവൻ ചിന്ത. സത്യം പറഞ്ഞാൽ ഇന്നലെ ആ വിഗ്രഹം കൺമുമ്പിൽ കണ്ടെങ്കിലും ഒന്ന് തൊടാനോ കൂടുതൽ നേരമൊന്ന് അതിലേക്ക് നോക്കി നിൽക്കാനോ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശി സമ്മതിക്കുകയാണെങ്കിൽ ആ വിഗ്രഹം ഒന്നുകൂടി ഒന്ന് കണ്ട് അത് തൊട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മുത്തശ്ശി സമ്മതിക്കുകയാണെങ്കിൽ മാത്രം മതി. മുത്തശ്ശിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട കേട്ടോ. അത് കേട്ടിട്ട് മുത്തശ്ശി പറയണേ, എന്താണെങ്കിലും ഇങ്ങനൊരു കാര്യം ഭഗവാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നിച്ചല്ലേ, അപ്പം പിന്നെ ഞാനായിട്ട് എന്തിനാ തടയുന്നത്? ഇപ്പം തന്നെ കാണിച്ചു തന്നേക്കാം. അങ്ങനെ പറഞ്ഞ മുത്തശ്ശി റൂമിൽ നിന്നും താക്കോലൊക്കെ എടുത്തിട്ട് അവിടെ നിന്നും പോകുവാണ്. എന്നിട്ട് പൂജാമുറിയിലേക്ക് എത്തുവാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയണേണ്, ഇന്നലെ രാധിക മോളെ അത് കാണിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു സങ്കടവും വിഷമവും ഉണ്ടായി കാണുമെന്നൊക്കെ എനിക്കറിയാം. ആ പരാതി എന്താണെങ്കിലും ഇന്നത്തോടെ തന്നെ മാറ്റിയേക്കാം. ഞാൻ ഇപ്പോൾ തന്നെ അതെടുത്ത് തരാം എന്ന് പറഞ്ഞ് മുത്തശ്ശി താഴിൽ നിന്നും ആ പെട്ടിയെടുത്ത് താക്കോലിട്ട് തുറന്ന് അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴായിരിക്കും വിഗ്രഹം ഇല്ലെന്ന് മനസ്സിലാവുന്നത്. എൻ്റെ ഭഗവാനെ, ആ വിഗ്രഹം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ ആകെ അങ്ങ് ബഹളം വെക്കുവാണ്. ഈ സമയം കൽപ്പനയും ഉർവശിയും ഒന്നും അറിയാത്ത പോലെ ചോദിക്കുക, അയ്യോ അതെവിടെ പോകാനാ? ഇന്നലെ ഇവിടെ കണ്ടതല്ലേ? രാധികയെ മുത്തശ്ശി എങ്ങനെയല്ലേ അത് കാണിച്ചു കൊടുത്തത്? ഈ സമയം പരമേശ്വരനും പത്മിനിയും വരുണും പ്രിയങ്കയും ബിജുവും ഗൗതവും എല്ലാവരും അവിടെ എത്തുവാണ് കേട്ടോ. എന്താ അമ്മേ, എന്താ പറ്റിയത് എന്ന് പരമേശ്വരൻ ചോദിക്കണേ. അന്നേരം മുത്തശ്ശി പറയണേ, മോനെ പരമേശ്വര, ഇവിടെ പരമ്പരാഗതമായി നമ്മൾ സൂക്ഷിച്ചു വരുന്ന കൃഷ്ണവിഗ്രഹം ഇല്ലേ, അത് കാണാനില്ല. ഇപ്പോൾ ഇത് തുറന്നപ്പോൾ ആ വിഗ്രഹം ഇതിലില്ല. ഇല്ലെന്നോ? അമ്മ എന്തൊക്കെയാ പറയുന്നത്? അത് പിന്നെ എവിടെ പോകാനാണ്? ഈ സമയം കൽപ്പന പറയണേ, ഇന്നലെ മുത്തശ്ശി ആ വിഗ്രഹം രാധികയെ കാണിക്കാനായിട്ട് പുറത്തെടുത്തിരുന്നു. അന്നേരം പ്രിയങ്ക ചോദിക്കണേ, അത് ചേച്ചിയെ കാണിക്കാൻ എടുത്തെന്നോ? അല്ല, ആ വിഗ്രഹം അതിന് ഈ വീട്ടിൽ മുത്തശ്ശിയും അച്ഛനും അമ്മയും മാത്രമല്ലേ കണ്ടിട്ടുള്ളത്, പിന്നെ എന്തിനാ അത് ചേച്ചിയെ കാണിച്ചത്? അന്നേരം മുത്തശ്ശി പറയണേ, രാധിക മോൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമുണ്ടല്ലോ, അതുകൊണ്ട് ആ കുട്ടിക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാനത് കാണിക്കാൻ വേണ്ടി എടുത്തത്. ഈ സമയം വരുൺ ചോദിക്കണേ, അല്ല ഇപ്പം എന്താ മുത്തശ്ശി എന്നിട്ട് വീണ്ടും ഈ പെട്ട് തുറക്കാൻ കാരണം? അന്നേരം മുത്തശ്ശി പറയണേ, അത് പിന്നെ കൽപ്പനയും ഉർവശിയും കൂടി ഇപ്പോൾ വന്ന് എന്നോട് ആ വിഗ്രഹം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ വീണ്ടും അതെടുക്കാൻ വന്നത്. അന്നേരം വരുൺ സംശയത്തോട് ചോദിക്കണേ, അതെന്താ ഏട്ടത്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ വിഗ്രഹം ഇന്ന് കാലത്ത് തന്നെ കാണണമെന്ന് തോന്നിയത്? അന്നേരം കൽപ്പന പറയണേ, ഇത് കൊള്ളാം, ഇനി നീ ഞങ്ങളെ സംശയിച്ചോ?
ഇതുവരെ ഈ വീട്ടിൽ ആരും കാണാത്ത വിഗ്രഹമല്ലേ ഇത്. അപ്പോൾ ഇന്നലെ അതെടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടി കാണണമെന്ന് തോന്നി. അത് മുത്തശ്ശിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി, ഇത് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞതാ അല്ലേ മുത്തശ്ശി? അന്നേരം മുത്തശ്ശിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക. എൻ്റെ ഭഗവാനെ, ഞാനിനി എന്ത് ചെയ്യും? എന്തിനാ ഈ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ആകെ കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം രാധിക അങ്ങോട്ടേക്ക് ഓടി വരിക. മുത്തശ്ശി, എന്താ പറ്റിയത്? അന്നേരം മുത്തശ്ശി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ പറയുവാണ്. ഈ സമയം പരമേശ്വരൻ പറയണേ, എന്താണെങ്കിലും ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. കുടുംബത്തിൻ്റെ പാരമ്പര്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യം ഇവിടെ നടന്നിരിക്കുന്നത്. ആദ്യം ഈ വീട്ടിലെ എല്ലാ മുറിയും പരിശോധിക്കണം. ഒരു മുറി പോലും വിട്ടുകളയാൻ പാടില്ല. ഈ വീട്ടിലെ മുക്കും മൂലയും പരിശോധിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഇവിടെ ഇല്ലെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ മതി. അത് ശരിയാ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീട്ടിലെ എല്ലാ മുറിയും പരിശോധിക്കാം എന്ന് വരണം പറയുവാണ്. അന്നേരം പരമേശ്വരൻ പറയണേ, ആദ്യം നമുക്ക് ഉർവശിയുടെ റൂം തന്നെ പരിശോധിക്കാം. എൻ്റെ റൂമോ എന്ന് ഉർവശി ചോദിക്കണേ. അതെ, എന്താ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അങ്ങനെ വരുണും ബിജുവും കൂടി ഉർവശിയുടെ റൂമിലേക്ക് ചെല്ലുവാണ്. അവർ റൂമിൽ എല്ലായിടത്തും പരിശോധിക്കുവാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കുവാണ്. പിന്നീട് കൽപ്പനയുടെ റൂം പരിശോധിക്കാമെന്ന് പറഞ്ഞ് ആ റൂമിലേക്കും ചെല്ലുവാണ്. അങ്ങനെ അവിടെയും പരിശോധിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ഈ സമയം കൽപ്പന പറയണേ, അല്ല പ്രിയങ്ക എൻ്റെ റൂം പരിശോധിക്കാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇനി പ്രിയങ്കയുടെ റൂം കൂടി പരിശോധിക്കണം. അതിനെന്താ, ധൈര്യമായിട്ട് എടുത്ത് പരിശോധിച്ചോളൂ എന്ന് വരുണും പറയുവാണ്. അങ്ങനെ വരുണിൻ്റെ പ്രിയങ്കേൻ്റെ റൂമിലേക്ക് കൽപ്പന കയറി ചെന്ന് അവിടെയും എല്ലായിടത്തും പരിശോധിക്കുവാണ് കേട്ടോ. അവിടെ നിന്നും ഒന്നും കിട്ടുന്നില്ല. ഈ സമയം പരമേശ്വരൻ പറയണേ, ഇനിയിപ്പോൾ ഈ വീട്ടിൽ 2 റൂം മാത്രമേ പരിശോധിക്കാതെ ഉള്ളൂ. ഒന്ന് അമ്മയുടെ റൂം, പിന്നെ ഞാനും പത്മിനിയും കൂടി കിടക്കുന്ന റൂം. ഇനി ആ 2 റൂമും കൂടി പരിശോധിച്ചോളൂ. അന്നേരം വരും പറഞ്ഞേ, അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല ചാ. എന്താണെങ്കിലും ഈ വീട്ടിലില്ലെന്ന് ഉറപ്പായല്ലോ, നമുക്കിത് നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. അന്നേരം കൽപ്പന പറയണേ, അല്ല അതെങ്ങനെ ശരിയാവും? ഈ വീട്ടിൽ ആ 2 റൂം മാത്രമല്ലല്ലോ ഉള്ളത്, രാധിക താമസിക്കുന്ന മുറി കൂടിയില്ലേ? അത് കേൾക്കുമ്പോൾ വരും ചോദിക്കണേ, അതിൻ്റെ അർത്ഥം എന്താ? രാധിക മോഷ്ടിച്ചു എന്നാണ് എടുത്ത് പറയുന്നത്. അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആദ്യം ചെറിയമ്മയുടെ റൂം പരിശോധിച്ചില്ലേ, അതിൻ്റെ അർത്ഥം എന്താ? ചെറിയമ്മ മോഷ്ടിച്ചു എന്നാണോ? എൻ്റെ റൂം പരിശോധിച്ചില്ലേ, അപ്പം ഞാൻ മോഷ്ടിച്ചു എന്നാണ് അർത്ഥം. നിൻ്റെ റൂം പരിശോധിച്ചില്ലേ? ഇന്നലെ വരെ രാധികയും ഈ വീട്ടിലുണ്ടായല്ലോ, അതുകൊണ്ടാണ് അവളുടെ റൂം കൂടി പരിശോധിക്കാൻ ഞാൻ പറഞ്ഞത്. ഈ സമയം മുത്തശ്ശി രാധികയും കൂടി അങ്ങോട്ടേക്ക് വരുവാണ്. അന്നേരം മുത്തശ്ശി പറയണേ, വേണ്ട, രാധിക മോളുടെ റൂം പരിശോധിക്കണ്ട. ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തിയാണ് രാധിക. അങ്ങനെയുള്ള രാധികയെ സംശയിച്ചാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. ഞാനിതിന് സമ്മതിക്കില്ല. ഈ സമയം രാധിക വരണേ, അങ്ങനെ പറയല്ലേ മുത്തശ്ശി, എൻ്റെ റൂം കൂടി പരിശോധിച്ചോളൂ, എനിക്കതിൽ ഒരു കുഴപ്പമില്ല. എന്നാലേ എനിക്ക് കൂടി ഒരു സമാധാനമാകൂ. പരിശോധിക്കട്ടെ മുത്തശ്ശി. അങ്ങനെ കൽപ്പന രാധികയുടെ റൂം പരിശോധിക്കാനായിട്ട് അകത്തേക്ക് കയറുവാണ്. കൽപ്പനയും പ്രിയങ്കയും കൂടി ആ റൂമെല്ലാം പരിശോധിക്കുവാണ് കേട്ടോ. ഈ സമയം വരുണോട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് ഒന്നും കാണാതെ വരുണും പ്രിയങ്കയൊക്കെ റൂമിന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ കൽപ്പന രാധികയുടെ ബാഗ് എടുത്ത് തുറന്നു നോക്കുന്നത്. അങ്ങനെ എല്ലാവരും റൂമിന് പുറത്ത് നിൽക്കുമായിരിക്കും. ഈ സമയം കൽപ്പന രാധികയുടെ ബാഗിൽ നിന്നും ആ വിഗ്രഹവും എടുത്ത് പുറത്തേക്ക് വരുവാണ്. എന്നിട്ട് പറയണേ, ഇവളുടെ ബാഗ് കൂടി പരിശോധിക്കാൻ എനിക്ക് തോന്നിയത് എത്ര നന്നായി. ഇതല്ലേ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ആ വിഗ്രഹം, ഇവളുടെ ബാഗിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. അതും അങ്ങനെ പറഞ്ഞ് ആ വിഗ്രഹം എല്ലാവർക്കും മുമ്പിൽ വെച്ച് കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം ഈ കാഴ്ച കണ്ട് രാധിക തന്നെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പ്രൊമോയിൽ കാണിക്കുന്നത് രാധികയാണ് മോഷ്ടിച്ചതെന്ന് കൽപ്പനയും പ്രിയങ്കയും ഉർവശിയും കൂടി എല്ലാവരുടെ മുമ്പിൽ അങ്ങ് സ്ഥാപിച്ചെടുക്കുവാണ്. ഈ സമയം പ്രിയങ്ക വേഗം തന്നെ രാധികയുടെ ബാഗെല്ലാം അവിടെ നിന്ന് പാക്ക് ചെയ്യുവാണ്. എന്നിട്ട് പറയണേ, ചേച്ചി ഇത്രയും ഒരു മോശപ്പെട്ട കാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്നെയും കൂടിയല്ലേ നാണം കെടുത്തിയത്. ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ് രാധികയുടെ ബാഗും കയ്യിലെടുത്ത് രാധികയെ പിടിച്ച് വലിച്ച് താഴത്തേക്ക് കൊണ്ടുവരുവാണ്. എന്നിട്ട് മുറ്റത്തെത്തുമ്പോഴേക്കും പുറത്തേക്ക് രാധികയെ തള്ളിയിടുവാണ്. എന്നിട്ട് രാധികയുടെ മേത്തേക്ക് ആ ബാഗും കൂടി എറിഞ്ഞു കൊടുക്കുവാണ് പ്രിയങ്ക. ഈ സമയം ഈ കാഴ്ച കണ്ട് ചങ്ക് തകർന്ന് നിൽക്കുവാണ് മുത്തശ്ശിയൊക്കെ. വരുണും ഈ കാഴ്ച കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ പതറി നിൽക്കുവാണ് കേട്ടോ വരുണും. പ്രമോയിലപ്പോൾ ഇതൊക്കെയാണ് കാണിക്കുന്നത്. എന്താണെങ്കിലും മിക്കവാറും എന്തേലും ഒരു ട്വിസ്റ്റ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുമായിരിക്കും. മിക്കവാറും രാധികയുടെ നിരപരാധിത്വം വരുൺ തന്നെ മുമ്പിൽ നിന്ന് തെളിയിക്കും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആ ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്